ശരീരഭാരം കുറയ്ക്കാനും ആരോഗ്യം നിലനിർത്താനുമായി ദിവസവും മണിക്കൂറുകളോളം നടന്നിട്ടും വിചാരിച്ച ഫലം ലഭിക്കാത്തതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ദിവസവും മണിക്കൂറുകളോളം ഒരേ വേഗതയിൽ വെറുതെ നടന്നു തീർക്കുന്ന നിങ്ങളുടെ പതിവ് രീതി മാറ്റേണ്ട കാലമായിരിക്കുന്നു. വെറും 15-20 മിനിറ്റ് മാത്രം മാറ്റിവെച്ചുകൊണ്ട് ശരീരത്തിന് ഇരട്ടി ഫലം നൽകുന്ന ഒരു പുതിയ നടപ്പ് രീതി ഇന്ന് ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയാണ്. ജപ്പാനിലെ മെഡിക്കൽ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ജാപ്പനീസ് ഇന്റർവൽ വാക്കിംഗ് അഥവാ ഷിൻസു വാക്കിംഗ് എന്ന വിദ്യയാണിത്. സാധാരണ രീതിയിൽ ദീർഘനേരം നടക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ ജാപ്പനീസ് രീതിക്ക് സാധിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ ലളിതമായ ജാപ്പനീസ് നടപ്പ് രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി അറിയാം. ജാപ്പനീസ് ഇന്റർവൽ വാക്കിങ്ങിന്റെ രീതി വളരെ ലളിതമാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നടക്കാനിറങ്ങുമ്പോൾ ആദ്യത്തെ 3 മിനിറ്റ് നിങ്ങളുടെ പരമാവധി വേഗതയിൽ നടക്കുക. അതായത് നിങ്ങളോട് ആരെങ്കിലും സംസാരിച്ചാൽ തിരിച്ചു മറുപടി പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്ര വേഗത്തിലായിരിക്കണം ഈ നടത്തം. ആ 3 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ടടുത്ത 3 മിനിറ്റ് വളരെ സാധാരണ വേഗതയിലേക്ക് മാറുക. അതായത് ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള നടത്തം. ഈ ഒരു സൈക്കിൾ തുടർച്ചയായി 3-4 തവണ ആവർത്തിക്കുക. ഇങ്ങനെ ദിവസവും വെറും 18 മുതൽ 24 മിനിറ്റ് വരെ മാത്രം ഈ രീതിയിൽ നടക്കുന്നത് വഴി സാധാരണഗതിയിൽ 1 മണിക്കൂർ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി ശരീരത്തിന് കത്തിച്ചു കളയാൻ സാധിക്കും. ഈ നടപ്പ് രീതിക്ക് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രീയ വശമുണ്ട്. നമ്മൾ ഒരേ വേഗതയിൽ ദീർഘനേരം നടക്കുമ്പോൾ ശരീരം ആ വേഗതയുമായി പൊരുത്തപ്പെടുകയും കലോറി കത്തുന്നതിന്റെ നിരക്ക് കുറയുകയും ചെയ്യും. എന്നാൽ വേഗത ഇടയ്ക്കിടെ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും നമ്മുടെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഇത് ഹൃദയപേശികൾക്ക് മികച്ചൊരു വ്യായാമം നൽകുകയും ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനം കുത്തനെ കൂട്ടുകയും ചെയ്യും. ജപ്പാനിലെ ഷിൻസു യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ പ്രൊഫസറായ ഹിരോഷി നോസെ നടത്തിയ വിപുലമായ പഠനത്തിൽ ഈ രീതി പിന്തുടർന്ന മുതിർന്ന വ്യക്തികളിൽ 9 മാസങ്ങൾക്കുള്ളിൽ ശാരീരിക ക്ഷമത 10% വർദ്ധിച്ചതായും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ ഗണ്യമായി കുറഞ്ഞതായും കണ്ടെത്തുകയുണ്ടായി. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിലനിർത്താനും ഈ ഇന്റർവൽ വാക്കിംഗ് ഏറെ ഫലപ്രദമാണ്. വേഗത്തിൽ നടക്കുമ്പോൾ നമ്മുടെ തുടയിലെയും കാലുകളിലെയും വലിയ പേശികൾ കൂടുതൽ സജീവമാവുകയും അവ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ നേരിട്ട് ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികൾക്ക് വലിയ അധ്വാനമില്ലാതെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ പ്രായമാകുമ്പോൾ പേശികൾക്കുണ്ടാകുന്ന തളർച്ചയെ തടയാനും എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും ഈ രീതി ഉത്തമമാണ്. ജിമ്മുകളിൽ പോയി കഠിനമായ വർക്കൗട്ടുകൾ ചെയ്യാൻ സാധിക്കാത്തവർക്കും മുട്ടുവേദനയോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ഏതൊരു പ്രായക്കാർക്കും സുരക്ഷിതമായി ചെയ്യാവുന്ന ഒന്നാണിത്. തിരക്കേറിയ ആധുനിക ജീവിതത്തിൽ വ്യായാമത്തിനായി സമയമില്ല എന്ന് പരാതി പറയുന്നവർക്ക് ഇന്റർവൽ വാക്കിംഗ് വലിയൊരു അനുഗ്രഹമാണ്. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും വെറും 20 മിനിറ്റ് വീതം ഈ രീതിയിൽ നടക്കാൻ മാറ്റിവെച്ചാൽ മതിയാകും. നടത്തം അവസാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കാതെ അവസാനത്തെ 2 മിനിറ്റ് വളരെ പതുക്കെ നടന്ന് ശരീര താപനില സാധാരണ നിലയിലാക്കാൻ ശ്രദ്ധിക്കണം. ശരിയായ രീതിയിലുള്ള ഷൂസ് ധരിച്ചു വേണം ഇത് ചെയ്യാൻ. കുറഞ്ഞ സമയം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഉന്മേഷം നൽകുന്ന ഈ ജാപ്പനീസ് ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല.